സാഹിത്യ അക്കാദമിക്കെതിരെ വിമർശനവുമായി ബാലചന്ദ്രൻ ചുള്ളിക്കാട്. യാത്രാ ചെലവ് പോലും നൽകാതെ അക്കാദമി അപമാനിച്ചതായി ആക്ഷേപം. ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഉയർത്തിയ വിഷയം ഗൌരവമുള്ളതെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. പ്രശ്നം പരിഹരിച്ചതായി അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ. കോൺഗ്രസിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾക്ക് തുടക്കം കുറിച്ചുള്ള മഹാജനസഭ ഞായറാഴ്ച തൃശൂരിൽ നടക്കും. നഗരത്തിൽ ഉച്ചതിരിഞ്ഞ് 3 മുതൽ ഗതാഗത നിയന്ത്രണം. കേരളത്തെ തകർക്കുക എന്നതാണ് ബിജെപിയുടെയും ആർഎസ്എസിന്റെയും നയമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വലിയ പ്രാധാന്യം നേടുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നതെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. പാലപ്പിള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളിക്ക് പരിക്ക്. മറ്റത്തൂരിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. അതിരപ്പള്ളിയിൽ കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി. പരിയാരത്ത് തിരുനാൾ ആഘോഷത്തിനിടെ പടക്കം തെറിച്ച് വീണ് ബൈക്കിന് തീപിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. വലപ്പാട് കണ്ടെയ്നർ ലോറി സ്കൂട്ടറിൽ ഇടിച്ച് യുവാവ് മരിച്ചു. വാർത്തകൾ വിശദമായി. യാത്രാ ചിലവ് പോലും നൽകാതെ സാഹിത്യ അക്കാദമി അപമാനിച്ചതായി ബാലചന്ദ്രൻ ചുള്ളിക്കാട്. സാംസ്കാരിക ആവശ്യങ്ങൾക്കായി ഇനി ബുദ്ധിമുട്ടിക്കരുതെന്നും ചുള്ളിക്കാട്. ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ സുഹൃത്ത് ജയചന്ദ്രനാണ് അദ്ദേഹത്തെ ഉദ്ധരിച്ച് ഇക്കാര്യം ഫേസ്ബുക്കിൽ കുറിച്ചത്. സാഹിത്യ അക്കാദമിയുടെ അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ ചൊവ്വാഴ്ച അക്കാദമിയിലെത്തിയിരുന്നു. 2 മണിക്കൂർ പ്രഭാഷണം നടത്തി മടങ്ങിയപ്പോൾ നൽകിയത് 2400 രൂപ മാത്രം. എന്നാൽ കാർ വാടക മാത്രം 3500 രൂപയായി. സാംസ്കാരിക ആവശ്യങ്ങൾക്കായി മേലാൽ ബുദ്ധിമുട്ടിക്കരുതെന്നും കവിയെ ഉദ്ധരിച്ച് ജയചന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചു. അതേസമയം സാഹിത്യ അക്കാദമി പ്രതിഫല വിവാദത്തിൽ കവി ബാലചന്ദ്രൻ ചുള്ളിക്കാടിന് മാന്യമായ പ്രതിഫലം നൽകാൻ നടപടി സ്വീകരിച്ചതായി അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദൻ പറഞ്ഞു. അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ച പ്രശ്നമാണെന്നും ബാലചന്ദ്രനുണ്ടായ വിഷമത്തിൽ തങ്ങൾക്ക് സങ്കടമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പരിമിതമായ ഫണ്ട് കൊണ്ട് നടത്തുന്ന സാഹിത്യോത്സവമാണ്. കിലോമീറ്റർ കണക്കാക്കിയാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിന് പണം നൽകിയത്. നേരത്തെ ഈ പ്രശ്നം തന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നും സച്ചിദാനന്ദൻ പറഞ്ഞു. ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഉയർത്തിയ വിഷയം ഗൌരവമുള്ളതെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തിൽ സാഹിത്യകാരന്മാർക്ക് അർഹമായ പരിഗണന ലഭിക്കുന്നില്ലെന്ന ചുള്ളിക്കാടിന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നു. വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരും. അതേസമയം യാത്രാബത്ത വിഷയത്തിൽ സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സച്ചിദാനന്ദന്റെ മറുപടിയോടെ അവസാനിച്ചെന്നും അക്കാര്യത്തിൽ മറ്റൊരഭിപ്രായമില്ലെന്നും മന്ത്രി പറഞ്ഞു. സച്ചിദാനന്ദ മാഷ് ആദ്യം വളരെ ക്ലിയറായി പറഞ്ഞു, ഓഫീസുമായി ബന്ധപ്പെട്ട പെശകാണ്, അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൂടി പിന്നെ ആ പ്രശ്നം അവിടെ അവസാനിച്ചു. എന്നാൽ ജനറലായിട്ടുള്ള ഒരു വിഷയമാണ് അത് ഉന്നയിച്ചത്. സാഹിത്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല. അത് പരിഗണിക്കേണ്ടതും പരിശോധിക്കേണ്ടതും സർക്കാർ തലത്തിൽ കൂടിയാണ്. അത് ഞങ്ങൾ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതിനെ പറ്റി തീർച്ചയായിട്ടും ഞങ്ങൾ ആലോചിക്കും. തൃശൂർ സാഹിത്യ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ 7 ദിവസങ്ങളിലായി തൃശൂരിൽ നടന്ന സാർവദേശീയ സാഹിത്യോത്സവം സമാപിച്ചു. അടുത്ത വർഷം മുതൽ ലോകോത്തര നിലവാരത്തിൽ സാഹിത്യോത്സവം സംഘടിപ്പിക്കുമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. വളർന്നുവരുന്ന വർഗീയതയും വിഷചിന്തകളും സർഗാത്മകതയെ തളർത്തുമ്പോൾ സാഹിത്യത്തെ ഉയർത്താനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. വിദേശ കവികളായ ഗബ്രിയൽ റോസൻസ്റ്റോക്ക്, നജ്വാൽ ദർവിഷ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിൽ പതാക താഴ്ത്തൽ നിർവഹിച്ചു. സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സച്ചിദാനന്ദൻ, സെക്രട്ടറി CP അബൂബക്കർ, പ്രോഗ്രാം കൺവീനർ KS സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. കോൺഗ്രസിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾക്ക് തുടക്കം കുറിച്ചുള്ള മഹാജനസഭ ഞായറാഴ്ച തൃശൂരിൽ. ആവേശത്തിൽ പ്രവർത്തകർ. തേക്കിൻകാട് വിദ്യാർത്ഥി കോർണറിൽ നടക്കുന്ന സമ്മേളനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉദ്ഘാടനം ചെയ്യും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസിന്റെ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകർക്കായി രാജ്യത്ത് നടത്തുന്ന ആദ്യ മഹാസമ്മേളനം എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. സംസ്ഥാനത്തെ 25,177 ബൂത്തുകളിൽ നിന്നുള്ള ഭാരവാഹികളും മണ്ഡലതലം മുതൽ AICC വരെയുള്ള കേരളത്തിലെ ഭാരവാഹികളടക്കം 1,00,000 പേരാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഇതിനുള്ള വേദിയൊരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ്. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി
തേക്കിൻകാട് മൈതാനത്തെ മഹാജനസഭ വേദിയൊരുക്കങ്ങൾ നേരിട്ടെത്തി വിലയിരുത്തി. Mahajanasabha, which is actually a booth workers convention. This is the preparatory meeting what we are coming over here. So Kerala PEC meeting will be held in the morning in the party office, and then in the evening we will have Congress president will come and address, and as well as the general secretary organization will be here, and also we are now the Kerala Congress is ready to face Lok Sabha election. മഹാജനസഭയുടെ മുന്നോടിയായി വിളംബര ജാഥയും സംഘടിപ്പിച്ചു. താളവാദ്യങ്ങളുടെ അകമ്പടിയോടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നിന്ന് ആരംഭിച്ച ജാഥ നഗരം ചുറ്റി കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ സമാപിച്ചു. AICC സെക്രട്ടറി വിശ്വനാഥൻ പെരുമാൾ, രാഷ്ട്രീയകാര്യ സമിതി അംഗം പത്മജ വേണുഗോപാൽ, DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്തു. TCV തൃശൂർ. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാവി ഏറെ അപകടകരമാണെന്നും ജനാധിപത്യം തകർന്നാൽ ഏറ്റവും വലിയ വില കൊടുക്കേണ്ടി വരിക കേരളമാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. സാഹിത്യ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സാർവദേശീയ സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി നടന്ന ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാവി എന്ന പാനൽ ചർച്ചയിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു MV ഗോവിന്ദൻ. രാമൻ എന്ന സ്ഥാനത്ത് ഹിന്ദുത്വ വർഗീയത തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഹിന്ദുത്വ അജണ്ട വെച്ച് മതധ്രുവീകരണത്തിന്, വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്ന ഒരു വർത്തമാന ഇന്ത്യയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ജനാധിപത്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് BJPയെ തോൽപ്പിക്കണം. വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴും തന്നെ ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ബഡ്ജറ്റ് അവതരണത്തിന്റെ ഭാഗമായിട്ട് അവർ പറഞ്ഞത്. ബഡ്ജറ്റൊന്നും വില കാര്യമാക്കാനില്ല. ഓരോ ദിവസവും കഴിയുന്തോറും ജനാധിപത്യത്തിന്റെ പ്രതീക്ഷകൾ കവർന്നെടുക്കുകയാണെന്നും ഹിന്ദുത്വ ഭരണഘടന ഉണ്ടാക്കാനാണ് RSSന്റെയും BJPയുടെയും ശ്രമമെന്നും MV ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടു. കേരളത്തെ തകർക്കുക എന്നതാണ് BJPയുടെയും RSSന്റെയും നയമെന്നും കേന്ദ്ര ഫണ്ട് നൽകാതെ കേരളത്തെ സാമ്പത്തികമായി പിരിമുറുക്കത്തിലേക്ക് തള്ളിവിടുകയാണെന്നും ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടു. ഹിന്ദുത്വ എന്ന് പറഞ്ഞാൽ വർഗീയതയാണ്. ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കുക എന്നതാണ് RSSന്റെയും BJPയുടെയും ലക്ഷ്യമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. വർഗീയതയെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ കോൺഗ്രസിന് ഇച്ഛാശക്തിയില്ലെന്നും ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. മുൻമന്ത്രി മുല്ലക്കര രത്നാകരൻ, PMA സലാം, സാഹിത്യ അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. TCV ന്യൂസ് തൃശൂർ. ഏങ്ങണ്ടിയൂർ 5-ാം കല്ലിൽ മദ്യലഹരിയിലുണ്ടായ തർക്കത്തിനിടെ യുവാവിന് കുത്തേറ്റു. ഏങ്ങണ്ടിയൂർ സ്വദേശി മിഥുൻ മോഹനാണ് കുത്തേറ്റത്. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തർക്കത്തിനിടെ ഒപ്പമുണ്ടായിരുന്ന 2 പേരിൽ ഒരാൾ മിഥുന്റെ വയറ്റിൽ കുത്തുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ റോഡരികിൽ കിടന്ന യുവാവിനെ ഏങ്ങണ്ടിയൂർ ഏത്തായ് സനാതന ആംബുലൻസ് പ്രവർത്തകർ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതേസമയം യുവാവിനെ ആക്രമിച്ചതായി സംശയിക്കുന്നയാൾ ഉൾപ്പെടെയുള്ള 2 പേരെ ആംബുലൻസ് പ്രവർത്തകർ സംഭവസ്ഥലത്ത് നിന്ന് ആശുപത്രി യാത്രയിൽ ഒപ്പം കൂട്ടിയിരുന്നു. യാത്രയ്ക്കിടെ ഇക്കാര്യം ഇവർ തൃശൂർ ഈസ്റ്റ് പോലീസിനെ അറിയിക്കുകയും പിന്നീട് 2 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. ഇവരെ കസ്റ്റഡിയിലെടുക്കാൻ സഹായിച്ച ആംബുലൻസ് പ്രവർത്തകരെ പോലീസ് അഭിനന്ദിച്ചു. ജാതിയും മതവും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വലിയ പ്രാധാന്യം നേടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നതെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. കുട്ടികളിൽ മനുഷ്യത്വം പഠിപ്പിക്കാനായി ബാലകേരളം പദ്ധതിക്ക് തുടക്കം കുറിക്കുമെന്ന് സജി ചെറിയാൻ. മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയുടെ സംഘാടക സമിതി രൂപീകരണ യോഗം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ വിശ്വാസങ്ങളെയും മാനിക്കണം, ഒപ്പം മനുഷ്യത്വവും ഉണ്ടാകണം. അതുകൊണ്ട് തന്നെയാണ് ബാലകേരളം പദ്ധതിക്ക് സർക്കാർ തുടക്കം കുറിക്കുന്നത്. കുട്ടികളിലെ വ്യക്തിത്വ വികസനമാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന 1 ലക്ഷം വിദ്യാർത്ഥികളുമായാണ് പദ്ധതി ആരംഭിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു വൈജ്ഞാനിക സമൂഹത്തെ വളർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ലോകത്തിൽ തന്നെ ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ ഹബ്ബായി കേരളത്തെ മാറ്റാനാണ് ഗവൺമെന്റ് ലക്ഷ്യം. വിദ്യാർത്ഥികളുമായി അവരുടെ അഭിരുചി എന്താണ്, അവരുടെ താല്പര്യം എന്താണ്, അവര് കേരളത്തെ എങ്ങനെയാണ് ഭാവിയിൽ നോക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ അക്കാദമികളും സ്ഥാപനങ്ങളും വഴി ഇന്ന് വളരെ ക്രിയേറ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടപ്പാക്കി വരുന്നത്. കേരളത്തിലെ അങ്ങോളം വിദ്യാർത്ഥികൾക്ക് പ്രയോജനകരമായി അതിനെ എങ്ങനെ മാറ്റാൻ കഴിയും. ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ വിശദമായ ഒരു പരിശോധനയാണ് നടത്താൻ ഉദ്ദേശിച്ചത്. MLA-മാരായ P. ബാലചന്ദ്രൻ, KK രാമചന്ദ്രൻ, മുരളി പെരുന്നെല്ലി, കളക്ടർ VR കൃഷ്ണതേജ, സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി, സെക്രട്ടറി കരിവള്ളൂർ മുരളി, ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, മുൻ മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, സംവിധായകൻ പ്രിയനന്ദനൻ, കലാമണ്ഡലം ഗോപി, കവി ഡോക്ടർ C. രാവുണ്ണി, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ, CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് എന്നിവർ പങ്കെടുത്തു. നവകേരള സദസ്സിന്റെ തുടർച്ചയായി ഫെബ്രുവരി 25-ന് തൃശൂരിൽ വെച്ച്
സാംസ്കാരിക മേഖലയിലുള്ളവരുമായി സംവദിക്കുന്നതിനായിട്ടാണ് മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടി സംഘടിപ്പിക്കുന്നത്. 2000 പ്രമുഖരെ പങ്കെടുപ്പിക്കും. ഇവരെ തിരഞ്ഞെടുക്കാൻ വിവിധ അക്കാദമികളെ ചുമതലപ്പെടുത്തും. 9:30 മുതൽ 3.5 മണിക്കൂർ നീളുന്നതായിരിക്കും പരിപാടി. ഇവിടെ ഉയർന്നുവരുന്ന വിഷയങ്ങളിൽ ആഴത്തിലുള്ള പരിശോധന നടത്താനാണ് സർക്കാർ തീരുമാനം. TCV തൃശൂർ. പാലപ്പിള്ളിയിൽ വീണ്ടും കാട്ടാന ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളിക്ക് പരിക്ക്. കുണ്ടായി ചൂളയ്ക്കൽ ഭാസ്കരനാണ് പരിക്കേറ്റത്. കാലിനും പുറത്തും പരിക്കേറ്റ ഭാസ്കരൻ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ശനിയാഴ്ച രാവിലെ 7 മണിയോടെ ഹാരിസൺ കമ്പനിയുടെ കുണ്ടായി എസ്റ്റേറ്റിലായിരുന്നു സംഭവം. പുഴയിൽ നിന്ന് കയറി വന്ന കൊമ്പൻ ടാപ്പിംഗ് നടത്തിയിരുന്ന ഭാസ്കരനെ ആക്രമിക്കുകയായിരുന്നു. തുമ്പിക്കൈ കൊണ്ട് പുറത്തടിയേറ്റ ഇയാൾ തെറിച്ചു വീഴുകയായിരുന്നു. സമീപത്ത് വീണുകിടന്ന മരത്തിന്റെ ഇടയിൽ കിടന്ന ഭാസ്കരനെ ആന വീണ്ടും ആക്രമിക്കാൻ ഒരുങ്ങിയെങ്കിലും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. സമീപത്തെ തൊഴിലാളികൾ ഒച്ചയുണ്ടാക്കിയതിനെ തുടർന്നാണ് ആന മാറിപ്പോയത്. കുണ്ടായി തോട്ടത്തിൽ 25ഓളം ആനകളാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. കാട്ടാന ശല്യം രൂക്ഷമായ തോട്ടങ്ങളിൽ ഭീതിയോടെയാണ് തൊഴിലാളികൾ പണിക്കിറങ്ങുന്നത്. 2 ദിവസം മുൻപ് എച്ചിപ്പാറയിൽ കാട്ടാന ആക്രമണത്തിൽ വയോധികന് പരിക്കേറ്റിരുന്നു. വലിയകുളം, പിള്ളത്തോട്, എച്ചിപ്പാറ, ചൊക്കന, എലിക്കോട് പ്രദേശത്തും കാട്ടാന ശല്യം തുടരുകയാണെന്നും വനപാലകർ പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുന്നില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. കാട്ടുപന്നി ശല്യം മൂലം കൃഷിനാശം നേരിട്ട് മറ്റത്തൂർ പഞ്ചായത്തിലെ മലയോര കർഷകർ. രാത്രിയായാൽ ഒറ്റയ്ക്കും കൂട്ടമായും ഇറങ്ങുന്ന കാട്ടുപന്നികൾ കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി കടമ്പോട് കുട്ടിച്ചിറ ഭാഗത്തിറങ്ങിയ കാട്ടുപന്നി പുണർക്ക ബാബുവിന്റെ വാഴത്തോട്ടം നശിപ്പിച്ചു. 6 മാസം വളർച്ചയെത്തിയ 25ഓളം നേന്ത്രവാഴകളാണ് കാട്ടുപന്നി കുത്തിമറിച്ച് നശിപ്പിച്ചത്. സമീപത്തെ കൃഷിസ്ഥലങ്ങളിലുള്ള കൊള്ളിക്കൃഷിയും പന്നി നശിപ്പിച്ചിട്ടുണ്ട്. കാട്ടുപന്നികളെ പ്രതിരോധിക്കാൻ പല മാർഗങ്ങൾ അവലംബിക്കുന്നുണ്ടെങ്കിലും ഒന്നും ഫലപ്രദമാകുന്നില്ലെന്നാണ് കർഷകർ പരാതിപ്പെടുന്നത്. വാഴ, നെല്ല്, ചേമ്പ്, ചേന തുടങ്ങിയ കാർഷിക വിളകൾ കാട്ടുപന്നികളുടെ ആക്രമണത്തിൽ നശിക്കുകയാണ്. കാലടി പ്ലാന്റേഷൻ കോർപ്പറേഷനിലെ 9ാം ബ്ലോക്കിൽ കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി. 45 വയസ്സിന് മുകളിൽ പ്രായം തോന്നിക്കുന്ന പിടിയാനയുടേതാണ് ജഡം. വാഴച്ചാൽ ഡിവിഷനിലെ അതിരപ്പിള്ളി റേഞ്ചിൽ കക്കയം കൈവഴിയുടെ ഭാഗത്താണ് ആനയുടെ ജഡം കണ്ടത്. ജഡം കണ്ടെത്തിയ സ്ഥലത്തിന് തൊട്ടകലെയായി മറ്റു കാട്ടാനകൾ തമ്പടിച്ചിട്ടുണ്ട്. പ്ലാന്റേഷന്റെ 30ാം ബ്ലോക്കിൽ മലയാറ്റൂർ ഡിവിഷനിൽപ്പെട്ട സ്ഥലത്ത് 4 ദിവസം മുൻപ് മറ്റൊരു പിടിയാനയുടെയും ജഡം കണ്ടെത്തിയിരുന്നു. പരിയാരം പള്ളിപ്പെരുന്നാൾ പ്രദക്ഷിണത്തിനിടെ പടക്കം തെറിച്ചു വീണ് ബൈക്കിന് തീപിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. പരിയാരം കടുങ്ങാട് മുളയംകുടി ദിവാകരന്റെ മകൻ 25 വയസ്സുള്ള ശ്രീകാന്താണ് മരിച്ചത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ജനുവരി 27-ന് പരിയാരം നായരങ്ങാടി കവലയിലായിരുന്നു അപകടം. അമ്പ് പ്രദക്ഷിണത്തിനിടെ പൊട്ടിച്ച പടക്കമാണ് തെറിച്ചു വീണത്. സമീപത്തെ മാംസവിൽപ്പനശാലയിൽ ഇറച്ചി വാങ്ങാൻ എത്തിയതായിരുന്നു ശ്രീകാന്ത്. സ്റ്റാൻഡിൽ നിർത്തിവച്ചിരുന്ന ബൈക്കിനാണ് തീപിടിച്ചത്. ഈ സമയം ശ്രീകാന്ത് ബൈക്കിലിരിക്കുകയായിരുന്നു. പൊതുനിരത്തിൽ അശ്രദ്ധമായി പടക്കം പൊട്ടിച്ചതിനും അപകടത്തിന് ഇടയാക്കിയതിനും പരിയാരം പള്ളി ഭരണസമിതിയുടെ പേരിൽ ചാലക്കുടി പോലീസ് കേസെടുത്തിട്ടുണ്ട്. കേരള വിഷൻ ബ്രോഡ്ബാൻഡിന്റെ ആഭിമുഖ്യത്തിൽ DBC കമ്പനിയുമായി സഹകരിച്ച് GR8 ബിസിനസ് മീറ്റ് തൃശൂർ പേൾ റീജൻസിയിൽ നടന്നു. COA സംസ്ഥാന ജനറൽ സെക്രട്ടറി KV രാജൻ ഉദ്ഘാടനം ചെയ്തു. COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് അധ്യക്ഷത വഹിച്ചു. KCCL മാനേജിംഗ് ഡയറക്ടർ PP സുരേഷ് കുമാർ, ഡയറക്ടർ VP ബിജു, COA പാലക്കാട് ജില്ലാ പ്രസിഡന്റ് രാജശേഖരൻ, DBC മാനേജിംഗ് പാർട്ണർ വിശാൽ കട്ടാര എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. നവകേരള സദസ്സിൽ തീർപ്പാക്കിയ വായ്പാ തിരിച്ചടവ് ഇളവിനായി ബാങ്കിലെത്തിയ ഇടപാടുകാരനോട് കേരള ബാങ്ക് മാനേജർ മോശമായി പെരുമാറിയ സംഭവത്തിൽ അടിയന്തര ഇടപെടലുമായി കേരള ബാങ്ക് ചെയർമാൻ ഗോപി കോട്ടമുറിക്കൽ. പരാതിക്കാരിയായ പഴയന്നൂർ കുമ്പളങ്കോട് അളിഞ്ഞൂട്ടിൽ സുധാ ശശിയുടെ വീട്ടിലെത്തി വായ്പാ തിരിച്ചടവിനുള്ള ഇളവിന്റെ രേഖ ഗോപി കോട്ടമുറിക്കൽ കൈമാറി. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്ത നവകേരള സദസ്സിൽ തീർപ്പാക്കിയ വായ്പാ തിരിച്ചടവ് അപേക്ഷയിൽ ഇളവിനായി ബാങ്കിൽ എത്തിയപ്പോഴായിരുന്നു പഴയന്നൂരിലെ കേരള ബാങ്കിന്റെ ശാഖയിലെ മാനേജരും ജീവനക്കാരും തങ്ങളോട് മോശമായി പെരുമാറിയതായി ഇവർ പരാതിപ്പെട്ടത്. 2,65,243 രൂപയായിരുന്നു ഇവർക്ക് അടയ്ക്കാൻ ബാക്കിയുണ്ടായിരുന്നത്. നവകേരള സദസ്സിലെ അപേക്ഷയുടെ പശ്ചാത്തലത്തിൽ നവകേരളീയം ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജനുവരി 31-നകം ബാങ്ക് ശാഖയിലെത്തി പരമാവധി ഇളവുകൾ കൈപ്പറ്റാമെന്ന് അറിയിച്ച സഹകരണ ഡെപ്യൂട്ടി രജിസ്ട്രാർ മറുപടി നൽകിയിരുന്നു. ഇതുമായി ബാങ്കിൽ എത്തിയപ്പോഴായിരുന്നു മോശം പെരുമാറ്റം ഉണ്ടായതായി പരാതിക്കാർ പറയുന്നത്.
ഇളവ് കഴിഞ്ഞ് 2,40,700 രൂപ ഇനി സുധയ്ക്ക് തിരിച്ചടവ് നടത്തിയാൽ മതി. ബാങ്ക് മാനേജറുടെ ഭാഗത്തുനിന്നുണ്ടായ സംഭവം വിശദമായി പരിശോധിക്കുമെന്നും ജീവനക്കാരിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചയുണ്ടായാൽ കർശന നടപടിയുണ്ടാകുമെന്നും ഗോപി കോട്ടമുറിക്കൽ പറഞ്ഞു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വ്യാജ വാർത്ത പ്രചരിപ്പിച്ച് സാമുദായിക ചേരിതിരിവുണ്ടാക്കാൻ ശ്രമിച്ച യൂട്യൂബർക്കെതിരെ തൃശൂർ വെസ്റ്റ് പോലീസ് കേസെടുത്തു. TN പ്രതാപൻ MP നൽകിയ പരാതിയിലാണ് ഫാസ്റ്റ് റിപ്പോർട്ട്സ് എന്ന യൂട്യൂബ് ചാനലിലെ വിപിൻ ലാലിനെതിരെ കേസെടുത്തത്. വലപ്പാട് കുരിശുപള്ളി വളവിൽ കണ്ടെയ്നർ ലോറി സ്കൂട്ടറിൽ ഇടിച്ച് യുവാവ് മരിച്ചു. നാട്ടിക ബീച്ച് സ്വദേശി ആറുകെട്ടി വീട്ടിൽ പരേതനായ പുഷ്പന്റെ മകൻ 26 വയസ്സുള്ള മിഥുനാണ് മരിച്ചത്. ആനവിഴുങ്ങിയിൽ മണപ്പുറം മാഫാമിലെ ജീവനക്കാരനായ മിഥുൻ സുഹൃത്തിനൊപ്പം യാത്ര ചെയ്യുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടത്. കുരിശുപള്ളി വളവിൽ കണ്ടെയ്നർ ലോറി മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ എതിരെ മറ്റൊരു വാഹനം വരുന്നത് കണ്ട് സ്കൂട്ടർ നിർത്താൻ ശ്രമിക്കുന്നതിനിടെ പുറകിലിരുന്ന മിഥുൻ ലോറിക്കടിയിലേക്ക് വീഴുകയായിരുന്നു. തൃശൂർ അശ്വിനി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. ഗുരുവായൂർ തൈക്കാട് മന്നിക്കരയിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ 60 കോഴികൾ ചത്തു. പണ്ടിരിക്കൽ സതീഷ് വിജയന്റെ വീട്ടിലെ കോഴികളാണ് ചത്തത്. കോഴികളുടെ ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തിറങ്ങിയപ്പോൾ നായ്ക്കൾ ഓടിപ്പോയി. ഇരുമ്പുവല തകർത്താണ് നായ്ക്കൾ കൂടിനകത്ത് കയറിയത്. 6 കോഴികൾക്ക് പരിക്കേറ്റ നിലയിലാണ്. 3 വർഷമായി വളർത്തിവന്നിരുന്ന നാടൻ മുട്ടക്കോഴികളാണ് ചത്തത്. മേഖലയിൽ തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമാണെന്നും തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കാൻ നഗരസഭ നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. 2 കിലോ കഞ്ചാവുമായി യുവാവിനെ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും കുന്നംകുളം പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കടവല്ലൂർ സ്വദേശി കൊട്ടിലിങ്ങൽ വീട്ടിൽ കൂത്തൻ എന്ന അക്ഷയെയാണ് അറസ്റ്റ് ചെയ്തത്. ആന്ധ്രയിൽ നിന്നും കഞ്ചാവുമായി യുവാവ് ബസ്സിൽ വരുന്നുണ്ടെന്ന് പോലീസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. പുന്നയൂർക്കുളം മേഖലയിലെ മോട്ടോർ മോഷ്ടാക്കൾ പോലീസിന്റെ പിടിയിൽ. വടക്കേക്കാട് സ്വദേശി പൊലിയത്ത് വീട്ടിൽ വിഷ്ണു, പുന്നയൂർക്കുളം സ്വദേശികളായ ചമ്മന്നൂർ അറയ്ക്കൽ വീട്ടിൽ മുഹമ്മദ് മുസമിൽ, മാഞ്ചിറ കൊട്ടിലിങ്ങൽ ശ്രീജിത്ത്, ചമ്മന്നൂർ ഉത്തരപ്പറമ്പിൽ ഷെജിൽ, മോഷ്ടിച്ച മോട്ടോറുകൾ വാങ്ങി വിൽപ്പന നടത്തിയിരുന്ന മൂന്നാം കല്ല് ആവേൻ സുനിൽ എന്നിവരാണ് അറസ്റ്റിലായത്. ബൈക്കിൽ 3 പേരുമായി പോവുകയായിരുന്ന യുവാക്കളെ തമിഴ്നാട് പോലീസ് തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തതോടെ ബൈക്ക് മോഷ്ടിച്ചതാണെന്ന് കണ്ടെത്തി. തുടർന്ന് മൂവർ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതികളിൽ 2 പേരെ വടക്കേക്കാട് പോലീസിന് കൈമാറി. തുടർന്ന് പോലീസ് പ്രതികളെ ചോദ്യം ചെയ്തതോടെയാണ് മോട്ടോർ മോഷണ വിവരം പുറത്തുവന്നത്. ICA വട്ടമ്പാടം, ഞമ്മനേങ്ങാട്, വടുതല, അഞ്ഞൂർ റോഡ് ഉൾപ്പെടെ 10ഓളം സ്ഥലങ്ങളിൽ നിന്ന് മോട്ടോറുകൾ മോഷ്ടിച്ചതായി പ്രതികൾ പോലീസിന് മൊഴി നൽകി. ദാരിദ്ര്യം മുതൽ കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ സാമ്പത്തിക അവഗണന വരെ ചർച്ചയായ സാംസ്കാരിക നഗരിയിലെ കുട്ടി പാർലമെന്റ് ശ്രദ്ധയാകർഷിച്ചു. ശാസ്ത്രവും ഭരണഘടനയും മറന്ന് അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും കേന്ദ്രഭരണത്തിൽ കൂടുതൽ പ്രചാരം ലഭിക്കുന്നതിന് പ്രതിപക്ഷത്തിന്റെ നിശിത വിമർശനം. ശാസ്ത്രത്തിന് പകരം വയ്ക്കാൻ ശാസ്ത്രമല്ലാതെ മറ്റൊന്നുമില്ല. ഭരണഘടനയുടെ അനുച്ഛേദം 51A പ്രകാരം ശാസ്ത്രബോധവും അന്വേഷണത്തിനും പൗരന്റെയും മൗലിക കടമയായി പ്രഖ്യാപിക്കുന്ന രാഷ്ട്രമാണ് നമ്മുടേത്. ഇത്തരം ഒരു രാജ്യത്താണ് സാർ അന്ധവിശ്വാസങ്ങളും ശാസ്ത്രവിരോധവും പാഠപുസ്തകങ്ങളിലും മറ്റും തിരികെ കയറ്റുന്നത്. സർക്കാർ ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇത് പ്രതിഷേധാർഹമാണ്. അതുകൊണ്ട് തന്നെ ശാസ്ത്രത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ നടപടികൾ ആവശ്യപ്പെടുന്നു. എത്ര വികസനം അവകാശപ്പെടുമ്പോഴും രാജ്യം നേരിടുന്ന ദാരിദ്ര്യവും കുട്ടികളിലെ പോഷകാഹാരക്കുറവും തുറന്നുകാട്ടുന്ന പരാമർശങ്ങളും ആരോപണങ്ങളും. ദരിദ്ര സൂചികയിൽ 127 111ാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്ക്. കേരളം എന്ന കൊച്ചു സംസ്ഥാനക്കാർക്ക് ഉത്തരവാദിത്വ ബോധം പോലുമില്ലാത്ത ഈ ഗവൺമെന്റിനെ കുറിച്ച് ഇനി എന്ത് പറയാനാകും? കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നതിലെ ആശങ്ക. ദേശീയ ബാലാവകാശ കമ്മീഷന്റെ പഠനപ്രകാരം 55% കുട്ടികളാണ് വിവിധങ്ങളായ പീഡനങ്ങൾക്കിരയാകുന്നത് എന്ന് പറയുന്നു. കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങളിൽ 1.5 ലക്ഷം കേസുകളാണ് ഇന്ത്യ രാജ്യത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. ഇത് മുൻവർഷത്തേക്കാൾ 33.6% വർധനമാണ്. 2023 മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ട കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമ കേസുകൾ 4,50,207 ആണ്. ഇതിലെ ഏറെ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തവയാണെന്ന് പറയുന്നു. ആരോഗ്യരംഗത്തടക്കം കേരളം കൈവരിച്ച നേട്ടങ്ങൾക്ക് പ്രശംസ. ഒപ്പം ഇത് മാതൃകയാക്കാൻ കേന്ദ്രം തയ്യാറാകണമെന്ന നിർദ്ദേശവും. പോഷകാഹാര കുറവിനെ പറ്റിയാണ് പ്രതിപക്ഷത്തിന് പരാതി. രാജ്യത്തെ മിക്ക സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കണക്കുകളും ഏതാണ്ട് അങ്ങനെയാണ് സാർ. എന്നിട്ടും കേരളത്തിലെ കണക്കുകൾ കാണിച്ച് ഈ സർക്കാരിന്റെ നേട്ടങ്ങൾ മറച്ചുവെക്കുന്നത് ശരിയാണോ സാർ? കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പ്രധാന കുറ്റക്കാർ കേന്ദ്രമാണെന്ന ആരോപണത്തിന് ചുട്ട മറുപടിയും ഭരണപക്ഷത്തു നിന്നുണ്ടായി. സമകാലിക വിഷയങ്ങളെ മികച്ച അച്ചടക്കത്തോടെ അവതരിപ്പിച്ചാണ് തൃശൂരിൽ നടന്ന ബാലപാർലമെന്റ് ഏവരുടെയും ശ്രദ്ധ നേടിയത്.
സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് തേക്കിൻകാട് മൈതാനത്ത് ബാലപാർലമെന്റ് സംഘടിപ്പിച്ചത്. ജനാധിപത്യത്തെ പരിചയപ്പെടുന്നതിനോടൊപ്പം വ്യക്തിത്വ വികാസവും ലക്ഷ്യം വെച്ചാണ് അടിയന്തര പ്രമേയവും വാക്കൌട്ടുമെല്ലാം ഉൾപ്പെടുത്തി പാർലമെന്റിന്റെ നടത്തിപ്പ് കുട്ടികളിലൂടെ പുനരാവിഷ്കരിച്ചത്. അവിനിത രാഷ്ട്രപതിയായും ഫാത്തിമ സനം പ്രധാനമന്ത്രിയായും ദേവനന്ദ സ്പീക്കറായും ഹെവേന പ്രതിപക്ഷ നേതാവായും ബാലപാർലമെന്റിൽ തങ്ങളുടെ റോളുകൾ ഗംഭീരമാക്കി നിറഞ്ഞു നിന്നു. അവതരണ മികവിനാൽ കൗതുകവും അത്ഭുതവും ജനിപ്പിച്ച കുട്ടി പാർലമെന്റ് വീക്ഷിക്കാനായി നിരവധി പേരാണ് എത്തിയത്. TCV തൃശൂർ. കൊടുങ്ങല്ലൂരിൽ വീണ്ടും മോഷണം. ചായക്കട കുത്തിത്തുറന്ന് പണവും ലോട്ടറി ടിക്കറ്റും കവർന്നു. കാട്ടാംകുളം പുല്ലാർക്കാട്ട് സുരേഷിന്റെ ഉടമസ്ഥതയിലുള്ള ചായക്കടയിലാണ് മോഷണം നടന്നത്. ഷട്ടറിന്റെ താഴെ തകർത്ത് അകത്ത് കയറിയ മോഷ്ടാവ് മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന 2000-ഓളം രൂപയും 5000-ഓളം രൂപയുടെ ലോട്ടറി ടിക്കറ്റുകളും കവർന്നു. രാവിലെ ചായക്കട തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. കഴിഞ്ഞ ദിവസം കീഴ്ത്തളിയിൽ ഫ്രൂട്ട്സ് കട കുത്തിത്തുറന്ന് പണം കവർന്നിരുന്നു. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഭൌതിക സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുമെന്ന് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ. ക്ഷേത്രത്തിൽ മുസ്ലിസ് പൈതൃക പദ്ധതി നിർമ്മിക്കുന്ന അക്കോമഡേഷൻ കോംപ്ലക്സിന്റെയും മ്യൂസിയം ഊട്ടുപുര കെട്ടിട സമുച്ചയത്തിന്റെയും നിർമ്മാണ പുരോഗതി വിലയിരുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്ഷേത്രത്തിനകത്ത് കുടിവെള്ളം, വെളിച്ചം തുടങ്ങിയ പശ്ചാത്തല സൌകര്യങ്ങൾ ഉറപ്പാക്കും. ഭരണി മഹോത്സവം ഈ വർഷം മികച്ച രീതിയിൽ നടത്താനും ഭക്തർക്കാവശ്യമായ സൌകര്യങ്ങൾ ഒരുക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. ഇതിനായി ദേവസ്വം ബോർഡ്, മുസ്ലിസ് നഗരസഭാ അധികൃതരുടെയും ഉപദേശക സമിതിയുടെയും യോഗം വിളിച്ചു ചേർക്കുമെന്നും മന്ത്രി പറഞ്ഞു. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശനൻ, നഗരസഭാ കൌൺസിലർ KR ജൈത്രൻ, ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ അനിൽ, അസിസ്റ്റന്റ് കമ്മീഷണർ സുനിൽ കർത്ത എന്നിവരും മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. എഴുത്തുകാർ പുരസ്കാരങ്ങളുടെ അപകടങ്ങളിൽ ചെന്ന് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് സാഹിത്യകാരൻ M. മുകുന്ദൻ പറഞ്ഞു. ഗുരുവായൂർ മർച്ചന്റ്സ് അസോസിയേഷൻ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച സാംസ്കാരിക സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുരസ്കാരത്തിന്റെ മഹത്വം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആരാണ് പുരസ്കാരം നൽകുന്നത് എന്നതിനെ ആശ്രയിച്ചായിരിക്കും മഹത്വം വെളിവാകുന്നത്. പൊള്ളുന്ന പുരസ്കാരങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. പുരസ്കാരങ്ങൾ ലഭിക്കുന്നതിലൂടെയാണ് സമൂഹം എഴുത്തുകാരനെ വ്യക്തമായി കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. GMA ജനറൽ സെക്രട്ടറി റഹ്മാൻ തിരുനെല്ലൂരിന്റെ പൂരാഗന്ധം എന്ന നോവൽ M. മുകുന്ദൻ പ്രകാശനം ചെയ്തു. കവി റഫീഖ് അഹമ്മദ് ഏറ്റുവാങ്ങി. മുതിർന്ന മാധ്യമപ്രവർത്തകൻ MP സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരിയെ ഗുരുവന്ദനം നടത്തി ആദരിച്ചു. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ്, ക്രൈംബ്രാഞ്ച് DYSP സുരേന്ദ്രൻ മങ്ങാട്, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TN മുരളി, മമ്മിയൂർ ദേവസ്വം ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ GK പ്രകാശൻ, അഡ്വക്കേറ്റ് KV മോഹനകൃഷ്ണൻ, ഡോക്ടർ സോയ ജോസഫ്, KS ശ്രുതി, ടെസ്സി ഷൈജോ, മനോജ് V. മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിൽ നവകേരള സദസ്സിനോടനുബന്ധിച്ച് ലഭിച്ച നിവേദനങ്ങളിൽ 66.35% മറുപടി നൽകിയതായി ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ അറിയിച്ചു. നിവേദനങ്ങൾ തീർപ്പാക്കുന്നതിന്റെ പുരോഗതി വിലയിരുത്തുന്നതിന് ജില്ലയുടെ ചാർജ് ഓഫീസറും റവന്യൂ അഡീഷണൽ സെക്രട്ടറിയുമായ ടിങ്കു ബിസ്വാളിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ പുരോഗതി വിലയിരുത്തി. ജില്ലയിൽ 13 നിയോജക മണ്ഡലങ്ങളിൽ നിന്നുമായി 55,647 അപേക്ഷകളാണ് ലഭിച്ചത്. 18,721 തീർപ്പാക്കലിന്റെ വിവിധ ഘട്ടങ്ങളിൽ ഉള്ളത്. എല്ലാ നിവേദനങ്ങളിലും 2 ആഴ്ചയ്ക്കകം മറുപടി നൽകാൻ റവന്യൂ അഡീഷണൽ സെക്രട്ടറി നിർദ്ദേശം നൽകി. ഉയർന്ന തലത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടവ ബന്ധപ്പെട്ട വകുപ്പ് മേധാവികൾക്ക് കൈമാറണമെന്നും അവർ അറിയിച്ചു. കളക്ടറേറ്റിലെ എക്സിക്യൂട്ടീവ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ, സബ് കളക്ടർ മുഹമ്മദ് ഷെഫീഖ്, ADM T. മുരളി, ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ സംശയകരമായ സാഹചര്യത്തിൽ കണ്ട യുവാവിൽ നിന്ന് കഞ്ചാവ് കണ്ടെത്തി. ധൻബാദ് എക്സ്പ്രസിൽ വന്നിറങ്ങിയ യുവാവിൽ നിന്നാണ് 319 ഗ്രാം കഞ്ചാവ് കണ്ടെത്തിയത്. SIമാരായ KO തോമസ്, ജയകുമാർ, സീനിയർ CPO സവിതാറാം, ശ്രീരാജ്, ജിനു എന്നിവർ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ഇനി വാണിജ്യം. വ്യത്യസ്തമായ ഇലക്ട്രിക് സ്കൂട്ടറുകളും ഹൈസ്പീഡ് സ്കൂട്ടറുകളും അവതരിപ്പിച്ച് ശ്രദ്ധേയമായ ടൈലോസ് ഇലക്ട്രിക്കൽ വെഹിക്കിൾസിന്റെ ഡീലേഴ്സ് മീറ്റും അവാർഡ് സെറിമണിയും അത്താണിയിൽ നടന്നു. തൃശൂർ മെഡിക്കൽ കോളേജിന് സമീപം മത്താണി ടൈലോസ് അക്കാദമിയിൽ നടന്ന ടൈലോസ് ഇലക്ട്രിക്കൽ വെഹിക്കിൾസിന്റെ ഡീലേഴ്സ് മീറ്റും അവാർഡ് സെറിമണിയും മുൻ കൃഷിമന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ടൈലോസിന്റെ ഏറ്റവും പുതിയ മോഡൽ ഹൈസ്പീഡ് ഇലക്ട്രിക്കൽ സ്കൂട്ടറിന്റെ പ്രഖ്യാപനം
ടൈലോസ് ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് മാർക്കറ്റിംഗ് ഡയറക്ടർ ബാബു വർഗീസ് നിർവഹിച്ചു. ഫിനാൻസ് ഡയറക്ടർ അനിൽകുമാർ, ഡയറക്ടർമാരായ മധു നമ്പ്യാർ, വാണി അനിൽ, അനിത ബാബു, മാർക്കറ്റിംഗ് മാനേജർ ജോമോൻ പല്ലൻ, അക്കൌണ്ട്സ് മാനേജർ സന്തോഷ് കുമാർ, ജെയ്ലി ഇംപാക്ട്സ് മാർക്കറ്റിംഗ് മാനേജർ രാജീവ് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ബെസ്റ്റ് പെർഫോമർ അവാർഡ്, ഡീലർ അവാർഡ്, ഹയസ്റ്റ് സെയിൽസ് അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാര വിതരണവും ഇതോടൊപ്പം നടന്നു. 2023 ബെസ്റ്റ് പെർഫോമറായി കുന്നംകുളം KM മോട്ടോഴ്സിനെയും, സെക്കൻഡ് പെർഫോമറായി ആലപ്പുഴ GITE മോട്ടോഴ്സിനെയും, തേർഡ് പെർഫോമറായി പാലക്കാട് KPA സ്കൂട്ടേഴ്സിനെയും തിരഞ്ഞെടുത്തു. വീഥികളെ ഹരിത സൗഹാർദ്ദമാക്കി കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡായി മുന്നേറുന്ന ടൈലോസ് ഇലക്ട്രിക്കൽ സ്കൂട്ടറുകൾക്ക് ലൈസൻസും രജിസ്ട്രേഷനും ആവശ്യമില്ല. 180 കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കുന്ന ടൈലോസ് സ്കൂട്ടറുകൾക്ക് കിലോമീറ്ററിന് വെറും 10 പൈസ മാത്രമാണ് ചിലവ്. കൂടാതെ 90 കിലോമീറ്റർ വരെ ടോപ്പ് സ്പീഡും ലഭിക്കും. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. സാഹിത്യ അക്കാദമിക്കെതിരെ വിമർശനവുമായി ബാലചന്ദ്രൻ ചുള്ളിക്കാട്. യാത്രാ ചെലവ് പോലും നൽകാതെ അക്കാദമി അപമാനിച്ചതായി ആക്ഷേപം. ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഉയർത്തിയ വിഷയം ഗൌരവമുള്ളതെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. പ്രശ്നം പരിഹരിച്ചതായി അക്കാദമി പ്രസിഡന്റ് K. സച്ചിദാനന്ദൻ. കോൺഗ്രസിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾക്ക് തുടക്കം കുറിച്ചുള്ള മഹാജനസഭ ഞായറാഴ്ച തൃശൂരിൽ നടക്കും. നഗരത്തിൽ ഉച്ചതിരിഞ്ഞ് 3 മുതൽ ഗതാഗത നിയന്ത്രണം. കേരളത്തെ തകർക്കുക എന്നതാണ് BJPയുടെയും RSSന്റെയും നയമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വലിയ പ്രാധാന്യം നേടുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നതെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. പാലപ്പിള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളിക്ക് പരിക്ക്. മറ്റത്തൂരിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. അതിരപ്പിള്ളിയിൽ കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി. പരിയാരത്ത് തിരുനാൾ ആഘോഷത്തിനിടെ പടക്കം തെറിച്ചു വീണ് ബൈക്കിന് തീപിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. വലപ്പാട് കണ്ടെയ്നർ ലോറി സ്കൂട്ടറിൽ ഇടിച്ച് യുവാവ് മരിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.